ഒരുപാട് ധിക്കാരൊന്നും കാണിക്കണ്ട. കാലൊടിഞ്ഞിരിക്കുക. വണ്ടി ഓടിക്കാൻ പറ്റില്ല. എത്രാമത്തെ വയസ്സിലാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയെന്ന് നിനക്കറിയോ? എത്ര കിലോമീറ്റർ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്നറിയോ? നീ എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണ്ട. അമ്മ, സത്യം പറഞ്ഞ വിളിച്ചത് അമ്മ ആയതുകൊണ്ടാ. അവളെയും കൊണ്ട് ആ ഗാഥയും കൊണ്ട് എവിടെയും പോകാൻ എനിക്ക് ഒരു താല്പര്യമില്ല. അങ്ങനെ പറയല്ലേ മോളെ. നാഗക്ഷേത്രത്തില് എന്തോ വഴിപാടുള്ളതുകൊണ്ട് അനിയൻ സാറാണെങ്കിൽ സ്ഥലത്തില്ല. പിന്നെ ആരാ കൊണ്ടുപോകുന്നേ? ആ ആയിക്കോട്ടെ. പിന്നെ അവർക്ക് എങ്ങനെയുണ്ട് സാറിന്റെ പെങ്ങൾക്ക്? ഇപ്പം ഭേദമുണ്ട്. ദുബായ് മാമൻ എന്നോട് രഹസ്യമായിട്ടെല്ലാം പറഞ്ഞു. എന്തായാലും അമ്മ സൂക്ഷിക്കണം കേട്ടോ. ആ, ഞാൻ പോയി ഗാഥയെ കൂട്ടിക്കൊണ്ടുവരാം. വണ്ടി വന്നിട്ടുണ്ട്, ഇറങ്ങാം നമുക്ക്. ഇവളുടെ വണ്ടി മാത്രമേ കിട്ടിയുള്ളൂ നിങ്ങക്ക്? ഇതല്ലേ സൗകര്യം? എന്ത് സൗകര്യം? ഇവളുടെ ഈ വൃത്തിയിട്ട വണ്ടിയിൽ കയറാനേ എന്നെ കൊണ്ട് പറ്റില്ല. കാർ ഇവിടെ കിടക്കല്ലേ, നിങ്ങൾ പോയിട്ട് താക്കോലെടുത്തോണ്ട് വാ. ഗാഥ ശ്രീനിവാസ് ഒരു സ്ഥലത്ത് പോകുമ്പോഴേ അതിൻ്റെതായ ചില രീതികളുണ്ട്. വണ്ടിയുടെ ചാവി എടുത്തോണ്ട് വരാനാ പറഞ്ഞത്. അതെ, കാർ ഓടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിനക്കെന്താ ബുദ്ധിമുട്ട്? നീ കൂലി വാങ്ങുന്ന വേലക്കാരിയല്ലേ. കാർ ഓടിക്കുന്നതിന് എത്രയാ കൂലി എന്ന് പറഞ്ഞാ മതി, ഞാൻ അങ്ങോട്ട് തരും. ഞാനേ കൂലി വേല എടുക്കുന്നവളാ. ഓട്ടോ വണ്ടി ഒരു കൂലിപ്പണിയാ. അതിലെനിക്ക് അഭിമാനേ ഉള്ളൂ. പക്ഷെ നിന്റെ ഒന്നും ജോലി ചെയ്യാനും അതിന്റെ കൂലി വാങ്ങാനും എനിക്ക് താല്പര്യമില്ല. മോളിക്കുട്ടി, ഇതാ താക്കോല്. മാഡത്തിന്റെ കയ്യിൽ തന്നെ കൊടുത്തേക്ക്. എനിക്ക് പറ്റില്ല ഇവളെയും കൊണ്ട് കാർ ഓടിച്ചു പോവാനൊന്നും. അങ്ങനെ പറയല്ലേ മോളെ, വയ്യാഞ്ഞിട്ടല്ലേ. വയ്യാതിരിക്കുന്നവരെ കുറച്ചുകൂടി അന്തസ് കാണിക്കണം, അതാ വേണ്ടത്. നിർത്തടി. നീ എന്താ കരുതിയേ? ഈ കാല് വെച്ചിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ലെന്നോ? ഞാനേ ഗാഥ ശ്രീനിവാസ. ഒറ്റക്കാലില് എത്ര ദൂരം വേണമെങ്കിലും എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അഹങ്കാരമൊക്കെ നല്ലതാ, പക്ഷേ ഈ കിടക്കുന്ന വണ്ടിക്ക് കൂടി അത് മനസ്സിലാവണം. നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. അതെ, എന്നെ വണ്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. വേണ്ട, വെറുതെ എന്തിനാ? എനിക്ക് വൃത്തിയിട്ട ഓട്ടോയിലൊന്നും പോവാൻ പറ്റില്ല. നിങ്ങളോട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്? പതുക്കെ. ചാവിത. അതെ, ഒരുപാട് ധിക്കാരൊന്നും കാണിക്കണ്ട. കാലൊടിഞ്ഞിരിക്കുക. വണ്ടി ഓടിക്കാൻ പറ്റില്ല. എത്രാമത്തെ വയസ്സിലാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയെന്ന് നിനക്കറിയോ? എത്ര കിലോമീറ്റർ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്നറിയോ? നീ എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണ്ട. മാറങ്ങോട്ട്. നാശം.
അതെ, എനിക്ക് എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിലെത്തണം. അവളോട് വണ്ടി എടുക്കാൻ പറ. മോളിക്കുട്ടി അവള് ഓട്ടോയിൽ പോകാന്നാ പറയുന്നേ. എന്താമേ? ഞാൻ കേട്ടില്ല. ഗാഥമോള് പറയുന്നത് ഓട്ടോയിൽ പോകാന്നാ. അയ്യോ, എന്താന്നറിയില്ല, കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ നിന്റെ വണ്ടിയിൽ കേറാന്നാ പറഞ്ഞേ. അയ്യോ, നമ്മുടേതേ ഒരു പൊട്ട ഓട്ടോ ആണെന്നേ. ഗാഥാ ശ്രീനിവാസിനെ പോലെയുള്ള വലിയ ആൾക്കാർക്കേ അതിൽ കേറാൻ കൊള്ളത്തില്ല. അതവിടെ കിടന്നോട്ടെ. എടൂ, എനിക്ക് ക്ഷേത്രത്തിൽ പോണം. അവിടെ എനിക്ക് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓ, എനിക്ക് കവലയിൽ പോണം. അവിടെ എനിക്കും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാനിനി നിന്നോട് റിക്വസ്റ്റ് ചെയ്യണോ? ആത്മാർത്ഥതയില്ലാത്ത റിക്വസ്റ്റ് കൊണ്ട് എന്താ കാര്യം? മോളെ തർക്കിക്കാൻ നിക്കല്ലേ, അമ്പലത്തിലെ കാര്യമല്ലേ. ഒരു കാര്യം മനസ്സിലാക്കിയാ മതി, അവസാനം ഇതൊക്കെ തന്നെ ആയിരിക്കും ആശ്രയം. അമ്മ വന്നേ. ഇറങ്ങി പതുക്കെ. ഞാൻ കേറിക്കോളാം. സൂക്ഷിച്ച്. അമ്മയും കേറിക്കും. ഈ മുതലിനെ സഹിച്ച് കൈകാര്യം ചെയ്യാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്താ കണ്ണും തള്ളി നോക്കി നിൽക്കുന്നേ? കേറി ഇങ്ങോട്ട്. ഹലോ മോളെ, മമ്മി പറഞ്ഞ പൂജകളൊക്കെ ദേ, അതിനുവേണ്ടി നാഗക്ഷേത്രത്തിൽ വന്ന് നിക്കാം. ഇതോടെല്ലാം അവസാനിക്കല്ലോ? അതോ ഇത് കഴിയുമ്പോ വേറെന്തെങ്കിലും ചെയ്യാൻ പറയോ? വേറൊന്നുമില്ല. ആ പൂജ നന്നായിട്ട് പൂർത്തീകരിക്കണം.